അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ പത്രങ്ങളിലൊക്കെ മാധ്യമങ്ങളിലൊക്കെ വായിക്കുന്ന ഒരു കാര്യമാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് നമ്മുടെ ആലപ്പുഴയിൽ നിന്നുള്ള MP ശ്രീ KC വേണുഗോപാലിനെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് നിയമിച്ചു എന്നുള്ള കാര്യമൊക്കെ. അപ്പൊ എന്താണ് ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ പലർക്കും ഇതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇന്ന് അതാണ് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. വളരെ ലളിതമായിട്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഇതിന്റെ ഒരു ചരിത്രപരമായിട്ടുള്ള കാര്യം നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമുക്ക് നോക്കാം PAC അഥവാ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. എന്താണ് ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്നത് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ നാട്ടില് പാർലമെന്റിൽ പല വിധത്തിലുള്ള പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. അപ്പൊ പാർലമെന്റിലെ പ്രവൃത്തികളൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് പല ആളുകളിലേക്കും പല കമ്മിറ്റികളിലേക്കുമാണ് കൊടുക്കുക. അപ്പം അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാർലമെന്റിൽ നിരവധിയായിട്ടുള്ള കമ്മിറ്റികളുണ്ട്. അതിലൊരു കമ്മിറ്റിയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറയുന്നത്. പാർലമെന്റിനകത്തെ കമ്മിറ്റികളെ നമുക്ക് പൊതുവെ രണ്ടായിട്ടാണ് തിരിക്കാൻ വേണ്ടി പറ്റുന്നത്. ഒന്ന് അഡ്ഹോക്ക് കമ്മിറ്റി എന്ന് പറയും, ഒന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറയും. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പാർലമെന്റ് ഉള്ളിടത്തോളം കാലം എല്ലാ കാലത്തും നിലനിൽക്കുന്ന കമ്മിറ്റിയാണ്. അതിലെ അംഗങ്ങൾ ഇങ്ങനെ മാറി വരും എന്നല്ലാതെ ആ കമ്മിറ്റികളിൽ മാറ്റം വരുന്നില്ല. കമ്മിറ്റി എപ്പോഴും അതേപോലെ തന്നെ അവിടെ സ്ഥിരമായിട്ട് നിലനിൽക്കും. അതുകൊണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന കമ്മിറ്റികൾ എന്ന് നമുക്ക് അർത്ഥമാക്കാം. അഡ്ഹോക്ക് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കമ്മിറ്റികളെയാണ് അഡ്ഹോക്ക് കമ്മിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് റെയിൽവേയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കുന്നു, അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് പാർലമെന്റിലെ MPമാരുടെ ഒരു കമ്മിറ്റിയെ പാർലമെന്റിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ഈ റെയിൽവേയിലെ ഈ പ്രശ്നങ്ങളൊക്കെ പഠിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് അതിന്റെ റിപ്പോർട്ട് പാർലമെന്റിൽ അവതരിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കമ്മിറ്റിയുടെ ആവശ്യം കഴിഞ്ഞു. അതോടുകൂടി ആ കമ്മിറ്റി അവിടെ നിർത്തലാക്കും. അത്തരം കമ്മിറ്റികളെയാണ് അഡ്ഹോക്ക് കമ്മിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ കാര്യം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റികളെ പൊതുവെ മൂന്നായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അതിലൊന്നാണ് ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ, രണ്ടാമത്തത് ഡിപ്പാർട്ട്മെന്റൽ റിലേറ്റബിൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ, മൂന്നാമത്തത് അതർ സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ് എന്ന് പറയും. ഇതില് ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വീണ്ടും 3 വിഭാഗങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിന്റെ കീഴിൽ 3 കമ്മിറ്റികളുണ്ട്. അതിലൊന്നാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറയുന്നത്. മറ്റു രണ്ടെണ്ണം എസ്റ്റിമേറ്റ് കമ്മിറ്റിയും പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റികളുമാണ്. അപ്പോൾ ഈ PAC നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും, പാർലമെന്റിനകത്ത് അതിന്റെ പ്രവർത്തികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ കമ്മിറ്റികളുണ്ട്. അതിനെ പൊതുവെ രണ്ടായിട്ട് തിരിക്കാം, അഡ്ഹോക്ക് കമ്മിറ്റി എന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നും. സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് കീഴിൽ വരുന്ന 3 കമ്മിറ്റികളാണ് ഡിപ്പാർട്ട്മെന്റൽ റിലേറ്റബിൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, അതുപോലെ തന്നെ ഫിനാൻസ് കമ്മിറ്റി, അതുപോലെ തന്നെ അതർ സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ് എന്ന് പറയുന്നത്. ഈ ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്ക് കീഴിൽ വരുന്നതാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയെ കുറിച്ച് കുറച്ച് വിശദമായിട്ട് തന്നെ നോക്കാം. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു, പാർലമെന്ററി കമ്മിറ്റി ആവുമ്പോൾ അതിനകത്തുള്ള അംഗങ്ങൾ എന്ന് പറയുന്നത് പാർലമെന്റിലെ MPമാരാണ്. ഈ MPമാരെ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യുക, ഇങ്ങനെ 2 രീതിയിലാണ് ഇവരെ കമ്മിറ്റികളിലേക്ക് ആളെ എടുക്കുന്നത്. അപ്പൊ നമ്മുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കുക അല്ലെങ്കിൽ അവരെ നോമിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ പാർലമെന്റിലെ ലോക്സഭയിലെ സ്പീക്കർ ആയിരിക്കും. സ്പീക്കർ ഇവരെ തെരഞ്ഞെടുക്കുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇവർക്കൊരു ദൗത്യം ഉണ്ടാവുമല്ലോ. ആ ദൗത്യം അവസാനിപ്പിച്ച് ഇവരുടെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് മാർക്ക് തന്നെയായിരിക്കും, അത് സ്പീക്കർക്ക് തന്നെയായിരിക്കും. അപ്പോൾ എത്ര അംഗങ്ങളെയാണ് സ്പീക്കർ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 22 അംഗങ്ങളാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ ഉണ്ടാവുക. അതിന് കൃത്യമായിട്ടുള്ള എണ്ണം പറഞ്ഞിട്ടുണ്ട്. അതായത് 15 അംഗങ്ങൾ ലോക്സഭയിൽ നിന്നും, അതുപോലെ തന്നെ 7 അംഗങ്ങൾ 7 MPമാർ രാജ്യസഭയിൽ നിന്നുമാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലേക്ക് വരിക. തീർച്ചയായിട്ടും ഇതിനൊരു ചെയർമാൻ ഉണ്ടായിരിക്കും. ചെയർമാൻ ലോക്സഭയിൽ നിന്നുള്ള ഒരു അംഗമായിരിക്കും. അതോടൊപ്പം തന്നെ ലോക്സഭയിലെ പ്രതിപക്ഷ ഭാഗത്ത് നിന്നുള്ള ഒരു MP ആയിരിക്കും ഇതിന്റെ ചെയർമാനായിട്ട് എപ്പോഴും വരിക. അതുപോലെ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള കാര്യം, ഈ ഒരു കമ്മിറ്റികൾക്കകത്തും ഫിനാൻസ് കമ്മിറ്റികൾക്കകത്തൊന്നും മന്ത്രിമാരെ അംഗങ്ങളാക്കില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ അംഗങ്ങളുടെ എണ്ണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അംഗങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്താണ് ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ദൗത്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ ഗവൺമെന്റിന് ഏതൊരു ഗവൺമെന്റിനായി കഴിഞ്ഞാലും വരവും ചെലവും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇന്ത്യ ഗവൺമെന്റിന്റെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായിട്ട് പരിശോധിക്കുക എന്നുള്ളതാണ് ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ചുമതല. അപ്പൊ നിങ്ങൾക്കൊരു സംശയം വരും, ഇന്ത്യ ഗവൺമെന്റിന്റെ എല്ലാ കാര്യങ്ങളും കണക്കുകളും എടുത്ത് ഇവർ തന്നെ ഉണ്ടാക്കിയെടുത്ത് അത് പരിശോധിക്കുകയാണോ ചെയ്യുക എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. നമ്മുടെ ഭരണഘടനയിൽ തന്നെ ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 148 അത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അഥവാ CAG എന്ന് പറയും. അദ്ദേഹമാണ് ഇന്ത്യയുടെ വരവ് ചെലവ് കണക്കുകളൊക്കെ പരിശോധിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അദ്ദേഹം തയ്യാറാക്കുന്ന റിപ്പോർട്ട് പാർലമെന്റിൽ വെക്കും. ആ പാർലമെന്റിൽ വെക്കുന്ന റിപ്പോർട്ടിനെ വിശദമായിട്ട് ഇഴകേറി പരിശോധിക്കുക എന്നുള്ള ദൗത്യമാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്കുള്ളത്. അപ്പോൾ അവരത് പരിശോധിച്ച് അതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയതിനു ശേഷം അത് സ്പീക്കർക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുക. ഇപ്പൊ ഇവിടെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയ്യുന്നത് എന്താണ്?
ഈ CAG തയ്യാറാക്കുന്ന റിപ്പോർട്ട് തയ്യാറാക്കണമെങ്കിൽ വരവും അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും, ചെലവും അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും, എല്ലാത്തിന്റെയും അവസാനത്തിന് ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനിടയിൽ എന്തെങ്കിലും ഒരു അഴിമതിയൊക്കെ നടക്കണമെങ്കിൽ അതൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനമാണ് ഈ റിപ്പോർട്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് തുല്യമാണ് ഇവരുടെ പ്രവൃത്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയെ ഒരു പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നത്, കാരണം ഇവർക്ക് പരിശോധിക്കാനുള്ള റിപ്പോർട്ട് വരെ തയ്യാറാക്കി കൊടുക്കുന്ന ആളാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അഥവാ CAG എന്ന് പറയുന്നത്. അതുകൊണ്ട് CAGയെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നുള്ള ഒരു വിശേഷണവും പലരും നൽകാറുണ്ട്. ഇപ്പോ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 148 CAGയെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് ഓർമ്മിച്ചു വെക്കുക. ഇനി നമ്മൾ ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 1921 പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ആദ്യമായിട്ട് ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. അന്ന് നമുക്കറിയാലോ 1921 ഇന്ത്യ ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. ആ ബ്രിട്ടീഷുകാരുടെ ആ കൊളോണിയൽ കാലഘട്ടത്തിൽ അവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു ഫിനാൻസ് കമ്മിറ്റിയുടെ മെമ്പറെയാണ് അവർ ഈ PACയുടെ ചെയർമാനായിട്ട് നിയമിച്ചിട്ടുണ്ടായിരുന്നത്. അത് WM ബെയ്ലി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ WM ഹെയ്ലി എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വന്ന വ്യക്തി. പിന്നീട് കാലം കുറച്ച് കടന്നുപോയി. ഒരു 1928 ആയപ്പോഴാണ് ആദ്യമായിട്ടൊരു ഇന്ത്യക്കാരൻ ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് വരുന്നത്. ഭൂപേന്ദ്രനാഥ മിത്ര എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹമാണ് ആദ്യമായിട്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള ഇന്ത്യക്കാരനായ വ്യക്തി എന്ന് പറയുന്നത്. പിന്നീട് കുറെ കാലം കടന്നുപോയി. 1947 കാലഘട്ടമായപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. 47 ആകുമ്പോഴത്തേക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ആ സമയത്ത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് വന്നിരുന്നത് നമ്മുടെ മന്ത്രിസഭയിൽ ധനകാര്യ വകുപ്പിന്റെ മന്ത്രിയായിരുന്നു ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് നമ്മുടെ ജോൺ മത്തായിയും RK ഷൺമുഖം ചെട്ടിയും ഒക്കെ ഈ സമയത്ത് നമ്മുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻമാരായിരുന്നു. പിന്നീട് 1950 ആയപ്പോൾ അതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമുക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടന ഉണ്ടായി. നമ്മുടെ ഭരണഘടന നിലവിൽ വന്നു. നമ്മുടെ രാജ്യം ഒരു റിപ്പബ്ലിക്കായിട്ട് മാറി. അതോടുകൂടി ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറയുന്ന ഈ കമ്മിറ്റി ഒരു പാർലമെന്ററി കമ്മിറ്റി ആയിട്ട് മാറി. പാർലമെന്ററി കമ്മിറ്റി ആയിട്ട് മാറുമ്പോൾ തന്നെ അതിന് ചെറിയ വ്യത്യാസങ്ങളും അതിന്റെ കാര്യത്തിൽ വന്നു. പിന്നീട് അങ്ങോട്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് സ്ഥിരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഭരിക്കുന്ന പാർട്ടിയിലെ ഒരു അംഗമായിരുന്നു. അങ്ങനെയാണ് പിന്നീട് 1967 വരെ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. പക്ഷേ 67 എത്തിയപ്പോൾ അതിൽ ചെറിയൊരു ഭേദഗതി വന്നു. ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് പ്രതിപക്ഷ അംഗത്ത് നിന്നുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് നിന്നുള്ള ഒരാളെയാണ് തെരഞ്ഞെടുത്തുകൊണ്ടിരുന്നത്. ആ അംഗം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആയിരിക്കും, അതായത് പ്രതിപക്ഷ നേതാവായിരിക്കും. പിന്നീട് കാലം കുറെ മുന്നോട്ട് പോയപ്പോഴാണ് പ്രതിപക്ഷ നേതാവിന് പകരം പ്രതിപക്ഷത്ത് നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട അംഗത്തെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനാക്കുന്ന ഒരു സ്ഥിതിവിശേഷം വന്നത്. ഇപ്പോൾ നമുക്കറിയാം 2024 എത്തിയപ്പോൾ നമ്മുടെ പാർലമെന്റിലെ ലോക്സഭയിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. പക്ഷേ നമ്മുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് നിയോഗിച്ചിരിക്കുന്നത് KC വേണുഗോപാലിനെയാണ്. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. ഇനി ഇതിനകത്ത് ആരൊക്കെ മലയാളികൾ ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു 1946 ജോൺ മത്തായി അധ്യക്ഷ സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് എന്ന്. അദ്ദേഹം ഒരു മലയാളിയായിരുന്നു. പക്ഷെ അദ്ദേഹം അന്ന് UP ഇന്നത്തെ ഉത്തർപ്രദേശിനെ യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം അന്ന് പാർലമെന്റിൽ ഉണ്ടായിരുന്നത്. പിന്നീട് 1977-78 കാലഘട്ടത്തിൽ നമ്മുടെ CM സ്റ്റീഫൻ അദ്ദേഹം ഈ PACയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് ഇരുന്നിട്ടുണ്ട്. പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം 2014-16 കാലഘട്ടത്തിലാണ് KV തോമസ് മാഷ് ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ മറ്റൊരു മലയാളിയായിട്ടുള്ള KC വേണുഗോപാൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ കാലം ആരാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനം വഹിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് BJPയുടെ നേതാവായിട്ടുള്ള മുരളി മനോഹർ ജോഷിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്നും ഒരു പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്താണ്, അതിന്റെ ചരിത്രപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.